മലയാളത്തിലെ ഏറ്റവും മികച്ച ജീവചരിത്രങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഉത്തരം എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന പ്രൊഫസർ എം കെ സാനുവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. മറ്റു പുസ്തകങ്ങളുടെ കാര്യം ഞാൻ വിസ്മരിക്കുന്നതല്ല. ഇപ്പോൾ ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും ഭാഷാ ഒതുക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനപ്പുറത്തുള്ള ഒരു സാമൂഹിക കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം ഉൾപ്പെടെ നമുക്ക് മുന്നിൽ ഒരു പാഠശാലയായിരുന്നു പ്രൊഫസർ എം കെ സാനു. അദ്ദേഹത്തെ ജീവിതത്തെ എങ്ങനെ ഓർക്കുന്നു, അങ്ങേ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ശാന്തവും സൗമ്യവും ദീപ്തവുമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ സങ്കടപൂർവമല്ലാതെ സാനുമാഷിന്റെ ഈ യോഗത്തെക്കുറിച്ച് കേൾക്കാൻ കഴിയുന്നില്ല. സാനുമാഷിന്റെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കാൻ, സമൃദ്ധമായിട്ട് അനുഭവിക്കാൻ ഇടവന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സാനുമാഷ് എൻ്റെ ശ്യാമമാസം അടക്കമുള്ള കൃതികളെ കുറിച്ച് എത്ര വിസ്തരിച്ചാണ് ഒരു ഭാവഗംഭീരമായ ഭാഷയിൽ പ്രബന്ധം തയ്യാറാക്കിയിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയാണ്. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശാന്തമെങ്കിലും വളരെ ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷ്. മലയാളത്തിന്റെ പല തലങ്ങളിലും തനതായ സംഭാവന നൽകി സാനുമാഷ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവചരിത്രങ്ങളുടെ കാര്യത്തിലായാലും ശരി, സാഹിത്യങ്ങളുടെ കാര്യത്തിലായാലും ശരി, നിരൂപണത്തിന്റെ ആയാലും ശരി, പ്രഭാഷണത്തിന്റെ രംഗത്തായാലും ശരി, ജനകീയ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ശരി, സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പറയണം. സാഹിത്യ നിരൂപണ രംഗത്ത് അദ്ദേഹം ഒരു ഖണ്ഡന വിമർശനത്തിന്റെ തലത്തിലേക്കൊന്നും കടക്കുന്ന ആളായിരുന്നില്ല. ഒരു മന്ദമാരുന്നതിനെ പോലെ എഴുത്തുകാരന് ഒഴുകുന്ന, അതായത് അപ്രീസിയേഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതാകട്ടെ കൃതികളെ കൂടുതലായി ആസ്വദിക്കുന്നതിന് അനുവാദകനെ പര്യാപ്തമാക്കുന്നതായിരുന്നു താനും. അങ്ങനെയുള്ള ആളുകൾ നമുക്കധികമില്ല. സാനുമാഷിന്റെ ജീവിതം വളരെ സാധാരണമായ ചുറ്റുപാടുകളിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് നമുക്കറിയാം. സാനുമാഷ് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ തത്വ ദർശനങ്ങൾ ആണ് അദ്ദേഹത്തെ സമൂഹവുമായി കൂടുതൽ എത്തിച്ചത്. അങ്ങനെ സാമൂഹിക രംഗത്തെ കൂടുതൽ വ്യാപരിക്കുന്ന ഒരു വിധത്തിലേക്ക് അദ്ദേഹം മാറി. സാനുമാഷിന്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നതിനെ രൂപപ്പെടുത്തിയത് തന്നെ ശ്രീനാരായണ ദർശനങ്ങളാണ് എന്ന് പറയാം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത ചരിത്രം എഴുതിയിട്ടുണ്ട്, മഹാകവി കുമാരനാശാന്റെ എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ആരെക്കുറിച്ച് സാനുമാഷ് ജീവചരിത്രം എന്ന രീതിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, ആ വ്യക്തിയുടെ അതിനെ കടന്നു നിൽക്കുന്ന ഒരു ജീവചരിത്രം മലയാള സാഹിത്യത്തിൽ ഇല്ല എന്ന് പറയാം. ശരിയാണ്. സമാനതകളില്ലാത്ത തരത്തിൽ നമുക്ക് എം കെ സാനു എന്ന പേരിനെ വ്യാഖ്യാനിക്കാൻ കഴിയും.